മറിച്ചോ ക്യാമറ ഓൺ ആണ്. ഗൈസ് അപ്പൊ നമ്മള് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ, ഇത് പറളി പുഴയാണ്. ഇപ്പൊ പറളി പുഴേന്റെ ഓരത്താണ് ഇപ്പൊ ഞാൻ ഉള്ളത്. ഞാനും ഉണ്ട്, പിന്നെ വേറെ 2 ആൾക്കാരും ഉണ്ട്. ഞാൻ അതിനെ കാണിച്ചു തരാം. വേറൊരു കോമഡി ഉണ്ട്. നമ്മളൊരു യാത്ര വീഡിയോ ഒക്കെ ആയി ചെയ്ത് യാത്ര അയച്ച് ഒരുത്തരം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര സെന്റി ആയിട്ട്. പക്ഷെ ഒരു 4-5 ദിവസം മുന്നേ അയാള് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം അയാളെ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതേ നോക്കുക, നമ്മൾ യാത്രയൊക്കെ അയച്ചിട്ട് പറഞ്ഞു വിട്ട അക്ഷയളിയൻ വന്നിരിക്കുന്നത്. എടാ നിന്നെ യാത്ര അയച്ച് പറഞ്ഞു വിട്ടല്ലേ, പിന്നെ നീ എന്താ ഇവിടെ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം തിരിച്ചു വരേണ്ട ആവശ്യം വന്നു. ഹായ് ഗായ്സ്. പിന്നെ നമ്മള് അർജാളിയനും ഉണ്ട്. ഗായ്സ് ഇന്ന് നമ്മള് ഫിഷിംഗ് ആണ് ചെയ്യാൻ പോണത്. പദ്ധതികളുമായി വന്നിട്ട് പുതിയ പദ്ധതി ഒന്നല്ല ഗായ്സ്. നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതല് നമ്മുടെ അക്ഷയാളിയൻ പറയുന്നുണ്ട് നമ്മളടുത്ത് ഒരു ഫിഷിംഗ് വ്ലോഗ് ചെയ്യണം, ഫിഷിംഗ് വീഡിയോ ചെയ്യണം എന്ന്. അളിയൻ കുറെ ആയി പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമുക്ക് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തു വന്നില്ല അല്ലേ. അപ്പൊ ഇന്നാണ് ഇവൻ ലീവിന് വന്നിട്ട് ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നൈറ്റ് അല്ലടാ. അപ്പൊ മീൻ കിട്ടിയില്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാന്നുള്ളതിന്റെ ഫസ്റ്റത്തെ ഇല്ല, പറഞ്ഞു തീർന്നിട്ടില്ല, പറയട്ടെ ഗൈസ്. അപ്പോ ഇതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നിട്ട് ഇവൻ വന്ന് ലീവ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദിവസം തന്നെ രാവിലെ നമ്മള് പറളി പുഴയിൽ ഫിഷിംഗ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് അതേപോലെ തന്നെ അതാ നമ്മളെ കണ്ടോ, നമ്മുടെ ആയുധങ്ങളൊക്കെ കണ്ടോ. ഇതാ അളിയൻ ക്വാറന്റൈനിൽ ഇരുന്നപ്പോ ടെസ്റ്റ് ചെയ്തു. ഇതെന്താ അളിയ ടോർച്ചോ? അത് രാത്രി ആയി കഴിഞ്ഞ് ടോർച്ച് അടിക്കുകയും ചെയ്യാലോ അല്ലേ ഗൈസ്. ഇത് ചൂണ്ടയാണ്. എന്റെ പൊന്നെ, ഇതൊക്കെ ഒരു ബാഗ് നിറയെ ചൂണ്ടയും കൊണ്ടാണോ? പൊന്നോ അളിയ. അതെ, ഇതൊക്കെ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങള് വലിയ മീൻപിടുത്തക്കാരും അങ്ങനെ വലുതൊന്നല്ല. നമ്മള് ഒരു മൂഡ് പിടിക്കാൻ വൈബിന് വേണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പൊ ഒന്നിപ്പോ മീൻ കിട്ടോ ഇല്ലെന്നും വരെ നമുക്കറിയില്ല. ഇല്ലടാ, മീൻ കിട്ടാതെ ഇരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു വൈബ്, അത് മാത്രമാണ് നമ്മൾ എന്തായാലും നോക്കണം. അപ്പൊ എന്തായാലും നമുക്ക് മീൻ പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ്. കുറച്ച് നല്ലൊരു മുളങ്കാട്ടിന്റെ ഇടയിലാണ്. എന്തായാലും ഇറങ്ങട്ടെ, പിള്ളേരെ ഇറങ്ങുന്നുണ്ട്, നമുക്ക് പിന്നാലെ പോവാം. ടാസ്ക് ഉണ്ട് ഇറങ്ങിപ്പോവാൻ. 1 ഇഞ്ച് മിഠായി കിട്ടിയാലോ? അങ്ങോട്ട് പോവാ. ഗൈസ് രാവിലത്തെ പറളിപ്പുഴ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. രാവിലെ 10 മണി ഏകദേശം ആയിട്ടുണ്ട്. തീറ്റായിട്ട് എന്താ അളിയ ഇട്ട് കൊടുക്കണത്? ചെമ്മീനാണ് ഇട്ട് കൊടുക്കണത്. ചെമ്മീന്റെ തലയൊക്കെ കളഞ്ഞിട്ട് അളിയൻ പൊളിയായിട്ട് കോർത്തിട്ടുണ്ട്. എന്തായാലും സെറ്റ്. നമ്മളെല്ലാരും ചൂണ്ടിടണമൊന്നുമില്ല, നമ്മളെല്ലാരും പാടെ എല്ലാ ചൂണ്ടി ഇട്ട് വെക്കുന്നു മാത്രം. കാരണം അങ്ങനെ വലിയ മീൻപിടുത്തം എല്ലാവർക്കും അറിയണല്ലോ. പിന്നെ അക്ഷയാളിയം മെയിൻ മീൻപിടുത്തക്കാരനാണ്. അത് കാരണം ഞങ്ങൾക്ക് അത് ഞാൻ പറയാൻ പറഞ്ഞതാണ്. ഇത് അളിയൻ മീൻ പിടിക്കാൻ ഞാൻ രാവിലെ അളിയനെ വീട്ടിൽ പോയി പിക്ക് ചെയ്തതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച അളിയൻ ഓടാൻ വരിക, ജോയിങ്ങിന് ഇറങ്ങിയതാണെന്നാണ്. അളിയ ഒരു മീൻപിടുത്തക്കാരന്റെ ലുക്കാണോ അളിയ ഈ കാണുന്നത്? സംസാരങ്ങളൊന്നും വേണ്ട. ഓക്കെ ഗൈസ്. അപ്പതാ നമ്മുടെ അക്ഷയാളിയൻ കുറ്റിയൊക്കെ നാട്ടുണ്ട്. ഇത് അളിയൻ കെട്ടിയിട്ട് വന്നാണ്. ഇതെന്തോ കുറ്റിയിൽ തറച്ചു വെച്ചിട്ട് കറക്കെറിയാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു നടക്കില്ല, നടക്കുന്നു തോന്നുന്നില്ല. അളിയ എങ്ങനെയാടാ? അളിയ നല്ല പണിയിലാണ്. ഗൈസ് അളിയൻ വിജയിച്ചു, തെളിയിച്ചു. സാധനം അങ്ങനെ എത്തിയിട്ടുണ്ട്. എടാ ഈ കാനല്ലടാ, ഞാൻ കെട്ടി ഈ കാനല്ലടാ. അടുത്ത തിരിക്കണ അവസരമാണ്, ദിലളിയന്റെ അവസരം. ഗൈസ് അതാ അറിയാൻ പോവാണ്. അറിയാൻ തിരിക്കരുത് കേട്ടോ. കാറ്റ് കാരണം ഗൈസ് നിങ്ങൾക്കിത് വലിയ പരിചയമില്ല. വീഡിയോ കണ്ട് മൂടായ ആ പരിചയം മാത്രമേ ഉള്ളൂ. സാധനം എന്തായാലും അങ്ങോട്ട് പകുതിയെങ്കിലും എത്തിയിട്ടുണ്ട്. അറിയാന്റെ കൊത്തുണ്ടോ? മീൻ കടിച്ചോ? മീൻകാലം കിട്ടില്ല. അപ്പൊ നമ്മള്
രണ്ടാമത്തെ ചൂണ്ടിയിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരമായിട്ടുണ്ട്, രണ്ടാമത്തെ ഞാനും ഇട്ടിട്ടുണ്ട്. സാധനം വെച്ചിട്ടുണ്ട്, ഇവിടെ തിരികെ വെച്ചിട്ടാണ്. വലിയ മീൻ വല്ലതും വന്ന് അടിച്ചോണ്ട് പോയ വിഷമാവും ഗൈസ്. അപ്പോ അളിയന്റെ അതിയായ ആഗ്രഹത്തെ തുടർന്ന് നമ്മൾ മീൻ പിടിക്കാൻ വന്നതാണ്. നമ്മള് 2 ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മള് വലിയ മീൻ പിടുത്തക്കാരനല്ല. അപ്പൊ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമമില്ല, പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എന്റെ മേരിക്കരുത്. നിന്റെ പേർക്കില്ല. എനിക്ക് ഭയങ്കര വിഷമാവും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്ഥലത്ത് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ വലിയ മീനുകളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇതേപോലെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഐറ്റം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളൊരു മീൻ പിടിച്ചിരിക്കണം അളിയ. അല്ലെങ്കിൽ നാണക്കൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രം സഹിച്ചായി. ഇതെന്ന് പറഞ്ഞാൽ വ്ളോഗാണ് ചെയ്യണത്. അപ്പൊ നമ്മളെന്തായാലും പിടിച്ചിരിക്കും. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മൾ 2 ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കാസ്റ്റിംഗ് അല്ലേ, കാസ്റ്റ് ഇടുന്നതിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയില്ല. അപ്പൊ ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ബാക്കി ചൂണ്ടയും കൂടെ ഇറട്ടെ. അവിടെ ഇപ്പൊ 2 ഞാൻ അതിന്റെ അപ്പുറത്തായിട്ട് 2 ഇറട്ടെ. നമുക്ക് എന്നിട്ട് എല്ലാം ഇടാല്ലേ. ഇട്ട് കഴിഞ്ഞിട്ടല്ല ഓരോന്ന് ചെക്ക് ചെയ്യാം. കമോൺ. രണ്ടാമത്തെ എത്തിയിട്ടില്ലെങ്കിൽ ബ്ലൂപ്പർ ഇടാനല്ലേ, എനിക്ക് മനസ്സിലായി. അപ്പുറത്തേക്ക് എത്തിയോടാ? ഇല്ലേ, കാറ്റത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ 3ാമത്തെ ചൂണ്ട സെറ്റ് ചെയ്ത് കുത്തി നാട്ടാണ്. കുത്തിയിട്ട് കയറിയില്ല, ഒന്നും കൂടി കുത്തി നാട്ടാണ്. ഓക്കെ, ഇല്ലല്ലേ, കമോൺ. ഇനി അടുത്തത് കുത്താം. കമോൺ ക്യാമറമാൻ, കമോൺ. അതുകൊണ്ടാണ് ഇല്ല. അപ്പോ നമ്മളെന്തായാലും 5 ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. ഏറ് ചൂണ്ട അതെറിഞ്ഞ് പല സ്ഥലത്തായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് അക്ഷയ ഒരു ചെറിയ ചൂണ്ടയും ആട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻപിടുത്തക്കാർക്ക് എന്താണ് അറിയാ കൂടുതലായിട്ട് വേണ്ടത്? ക്ഷമയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പൊ നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറോളം ആവാറായി. ഭയങ്കര പോസ്റ്റായി. നമുക്ക് ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, ജസ്റ്റ് ഒരു കൊത്തുപോലും ഇതുവരെ കിട്ടിയിട്ടില്ല. മീൻ പിടിക്കാൻ വന്ന മെയിനുകളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ആകെ തളർന്ന് ക്ഷീണിച്ച് കടന്നുറങ്ങുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അളിയ എന്താ അളിയ? മീൻ കിട്ടിയോ? മീൻ പിടിക്കാൻ വന്നിട്ട് കടന്നുറങ്ങണല്ലേ അളിയ. എന്താ അവസ്ഥ? ഇതുവരെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി എന്താ അവസ്ഥ? നമ്മുടെ എന്താ പ്ലാൻ എന്താ? നെക്സ്റ്റ് പ്ലാൻ എന്താ? മീൻ കിട്ടുമോ? വേണ്ടത് അതാണ് മെയിൻ കാര്യം. മീൻ പിടിക്കാൻ അറിയണം. പേഷ്യൻസ് ആണ്. എത്ര നേരം പേഷ്യൻസ് ആണ് ഇവിടെ പോത്തുപോലെ കടന്നുറങ്ങുന്നത് കണ്ടായിരുന്നു പേഷ്യൻസ്. ഇനി നമ്മള് വെയിറ്റ് ചെയ്യും. അപ്പൊ വീട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടാ പോവുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം കഴിച്ചു. എന്തായാലും ഇത്ര നേരം വെയിറ്റ് ചെയ്യും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ പരമാവധി വെയിറ്റ് ചെയ്ത് മീൻ കൊണ്ടേ പോവുള്ളൂ. അങ്ങനെ ഗൈസ്, കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു. ക്യാമറ ഓഫ് ആയിരുന്നു. അപ്പൊ മീൻ വലിച്ചു കയറ്റി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്യാമറ ഓൺ ആക്കി. ആ എക്സൈറ്റ്മെന്റിലാണെന്നുകൊണ്ട് മൈക്ക് ഓഫ് ആയി പോയി. നമുക്ക് ആ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് കിട്ടിയില്ല. കാരണം ആ ലൈവിൽ പറയുന്ന ഓഡിയോ നമുക്ക് കിട്ടിയില്ല. അപ്പൊ മൈക്ക് ഓഫായി പോയത് കാരണമാണ്. പിന്നെ നമുക്ക് ഒരു മീൻ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു മീൻ കിട്ടില്ല. നമുക്കൊരു അത്യാവശ്യം വലിയ സൈസ്, അത്ര വലുതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആരലാണ് നമുക്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷമായി നമുക്ക് ആ മീൻ കിട്ടിയപ്പോൾ.
അപ്പൊ ഗൈസ് എന്തായാലും നമ്മളിതാ മീൻപിടുത്തൊക്കെ മതിയാക്കിയിട്ട് പോന്നിട്ടുണ്ട്. നമുക്ക് കുറെ നേരം നമ്മള് ഒരുവിധം 4-5 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു മീൻ മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് വിഷമമൊന്നുമില്ല അല്ലേ? എല്ലാ പ്രാവശ്യവും തന്നെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഒരു മീൻ പോലും കിട്ടാറില്ല. ഇപ്രാവശ്യം എന്തായാലും ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ എന്തായാലും നമ്മള് മീൻപിടുത്തല്ല മെയിൻ ആയിട്ട് ലക്ഷ്യമാണ്. നമ്മളൊരു വൈബ് പിടിക്കുക, അത് മാത്രമായിരുന്നു. പക്ഷെ പറളിപ്പുഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് 3 പേരും പാടി ഇരുന്ന് നോണ പറയുക, അങ്ങനെ തള്ളുക, ആ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്ക്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് എന്തായാലും ഇവിടെ പോവാല്ലേ? അളിയ നമ്മളിപ്പോ ഇങ്ങനെ പോയി ഈ ഒരു മീനും കൊണ്ട് വീട്ടിൽ കയറി ചെന്നാ വീട്ടിലെന്ത് പറയും? വീട്ടില് രാവിലെ നേരത്തെ മീൻ പിടിക്കാനോന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ബിൽഡപ്പൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ട് മല്ലി മുളക് വരെ വീട്ടുകാരുടെ അടുത്ത് അരച്ച് വെക്കാൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് മീനില്ലാതെ പോകുമ്പോ എന്ത് ചെയ്യും? ടാസ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ ഗായ്സ് എന്തായാലും നമ്മുടെ ഫിഷിങ്ങിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര പ്രൊഫഷണൽ മീൻപിടുത്തക്കാരൊന്നും അല്ലാത്തത് കാരണം നമ്മള് ഒരു മീനിനെ കൊണ്ടൊക്കെ പിന്നെ അതേപോലെ മീൻ കിട്ടാത്ത കാരണം നമ്മള് വലിയ സങ്കടമൊന്നുമില്ല അല്ലെ? സന്തോഷം മാത്രമേ ഉള്ളൂ. സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ട് ചെയ്യാല്ലേ? അപ്പൊ ഗായ്സ് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. കളയല്ലേ? അറിയില്ലടാ, ചിരി വന്നടാ. ഓ കോമൺ രണ്ടാളോട് മുമ്പാ ഞാൻ കാണിക്കോളാ. അയ്യേ നഗ്നത. എന്തുവാണേ? മറിച്ചോ ക്യാമറ ഓണാണ്.